ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര വീണ്ടും അർച്ചനയുടെ ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിന്റെ യഥാർത്ഥ സ്വഭാവം അർച്ചനെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്തേ JK വളയ്ക്കാൻ നോക്കിയിട്ട് നിനക്ക് പറ്റിയില്ലേ? അതുകൊണ്ടാണോ എൻ്റെ ഭർത്താവിനെ നീ വലവീശി പിടിക്കാൻ നോക്കുന്നത് എന്ന് ചന്ദ്ര അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് അർച്ചനയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ അനാവശ്യം പറയരുതെന്ന് അർച്ചന അങ്ങനെ ചന്ദ്രയോട് പറയാണ്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ അടങ്ങാതെ പറയുന്നുണ്ട്, നീ അങ്ങനെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ പറഞ്ഞാൽ ഞാനിനി അടങ്ങിയിരിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒറ്റയ്ക്കായപ്പോ എന്താ, എന്റെ ഭർത്താവിനെ വേണോ നിനക്ക് കൂടെ ജീവിക്കാനെന്ന് ചന്ദ്ര അങ്ങനെ അർച്ചനയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് സഹിക്കാനാവാതെ അർച്ചന അങ്ങനെ ചന്ദ്രയുടെ കരണത്തടിക്കുകയാണ്. എന്നിട്ട് അർച്ചന പറയുന്നുണ്ട്, ആരുടെ ഭർത്താവിനെയാണ് നീ വലവീശി പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നീ മറക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോടി എന്ന് അർച്ചന അങ്ങനെ ദേഷ്യത്തോടെ പറയാണ്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, ഇതിനു മുന്നേ നീ എന്നെ ഒരു പ്രാവശ്യം തല്ലി, അന്ന് ഞാൻ പ്രതികരിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ നിന്റെ തല്ലും കൊണ്ട് ഇനിയും ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് വിചാരിക്കണ്ട. നീ എന്നെ തല്ലിയില്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയോടുള്ള ദേഷ്യത്തിൽ ചന്ദ്ര അങ്ങനെ അർച്ചനയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. അർച്ചന കുറെ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര അങ്ങനെ കഴുത്തിന് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദീപ്തി കുറെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയാണെങ്കിൽ പിടിവിടാതെ കഴുത്തിന് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രവിശങ്കർ വക്കീൽ വരുന്നത്. ഇത് വലിയ പ്രശ്നമായല്ലോ, സാറിനെ വിളിക്കാമെന്ന് കരുതി രവിശങ്കർ അപ്പൊ തന്നെ വിജയ് ശങ്കറിനോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. സാർ, ആകെ പ്രശ്നമായിരിക്കുകയാണ്. ചന്ദ്രലേഖ മാഡം അർച്ചന മാഡത്തിന്റെ ഓഫീസിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സാറ് വരണം, അല്ലെങ്കിൽ കുഴപ്പാവുമെന്ന് രവിശങ്കർ അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ തന്നെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ദീപ്തിയും അർച്ചനയും കൂടി ചന്ദ്രയുടെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട്. ദീപ്തി എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ഇതൊരു ഓഫീസാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചന്ദ്രയിലേക്ക് നിങ്ങൾക്കറിയത്തില്ല, അടിച്ചൊതുക്കും ഞാൻ ഇവളെ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അർച്ചന വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്, ഞാൻ കാണാത്ത ചന്ദ്രയൊന്നുമല്ലല്ലോ നീ. അമ്പാട്ടുകാരെ അടിച്ചൊതുക്കാൻ നീ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നീ മറന്നു പോകരുത് എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയില്ലേ, ഇത് ഞാൻ വെറുതെ വിടില്ല. ഇതിന് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ചന്ദ്രലേഖ എന്നല്ല എന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇത് നീ ആദ്യമായിട്ടൊന്നല്ലല്ലോ പറയുന്നത്. മര്യാദയ്ക്ക് എന്റെ ഓഫീസിൽ നിന്ന് കുറയ്ക്കാതെ ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു പുറത്താക്കുമെന്ന് അർച്ചന പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പുറത്താക്കടി, അതൊന്ന് ഞാൻ കാണട്ടെ. എന്നെ പിടിച്ചു പുറത്താക്കാൻ നിനക്ക് അത്ര ധൈര്യമുണ്ടോ എന്നൊക്കെ ചന്ദ്ര അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ്. ദീപ്തിയപ്പ പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാതെ ഷോ ഒന്നും കാണിക്കണ്ട. നിങ്ങളെ പിടിച്ചു പുറത്താക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. മര്യാദയായിട്ട് നല്ലൊരു ഓഫീസ് നടത്തിക്കൊണ്ടു പോകുന്നതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത് എന്ന് ദീപ്തി അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വന്ന് ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ തന്നെയാണ് പ്രശ്നം. ഞങ്ങളുടെ ഓഫീസിൽ കയറി അതിക്രമം കാണിക്കാൻ ഇവർക്ക് എന്താണ് അധികാരം? ഇവരെ അർച്ചനയെ ആക്രമിക്കാൻ നോക്കിയെന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവൾ എന്നെയാണ് ആക്രമിച്ചതെന്ന് വിജയ് ശങ്കർ ഇപ്പൊ ചോദിക്കുകയാണ്. ചന്ദ്ര, നീ എന്തിനാണ് ഈ ഓഫീസിലേക്ക് വന്നത്? നിനക്ക് ഇവിടെ എന്താ കാര്യം? ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, ഈ ഓഫീസിലേക്ക് വരാൻ എനിക്കാണോ വിലക്ക്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഇങ്ങോട്ടേക്ക് വരാലേ, അങ്ങനെയല്ലേ? ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാത്തവളൊന്നും അല്ല ഈ ഞാൻ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ദീപ്തി വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, വിജയ് ശങ്കർ സാർ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഭർത്താവാണ് എന്നങ്ങനെ ദീപ്തി ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുന്നിലേക്ക് കുടുംബ പ്രശ്നം വലിച്ചുകൊണ്ട് വന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നേരിടേണ്ടി വരും എന്നങ്ങനെ അർച്ചന പറയുന്നുണ്ട്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, വിജയ് ശങ്കർ സാർ, ഇതൊരു വക്കീൽ ഓഫീസാണ്. ഇവിടെ വന്ന് വക്കീലിന്റെ മേലെ അതിക്രമം കാണിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ. ഇത് ഞാൻ സാറിനോട് പറയണ്ടല്ലോ എന്ന് ദീപ്തി അങ്ങനെ പറയാണ്. ചന്ദ്രയാണെങ്കിൽ അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ എന്റെ മേലെ കേസ് വരികയാണെങ്കിൽ എനിക്ക് ആ കേസ് നേരിടാൻ അറിയാം, എനിക്കൊരു പേടിയുമില്ല. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. കേസും കോടതിയുമായി എന്നെ ആരും വരട്ടാൻ നോക്കണ്ട. കോടതിയിൽ കയറാൻ ഞാൻ തയ്യാറാണെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, കോടതിയിൽ കയറാൻ നിങ്ങളുടെ ഭാര്യ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കേസിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് അർച്ചന പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കേസില്ലാതാവാൻ പോകുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ ഈ അർച്ചന ഓഫീസ് ഞാൻ പൂട്ടിക്കും.
അങ്ങനെ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിജയ് ശങ്കറിന്റെ ഓഫീസിന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഓഫീസ് മാറ്റിക്കോളൂ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അർച്ചന അസോസിയേറ്റ് ഇവിടെ തന്നെ പ്രവർത്തിക്കും, നീ വേണമെങ്കിൽ വിജയ് ശങ്കറിന്റെ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റിക്കോ എന്ന് അർച്ചന അങ്ങനെ പറയാണ്. രവിശങ്കർ അപ്പൊ പറയുന്നുണ്ട്, വിജയ് ശങ്കർ സാറിന്റെ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ രവിശങ്കറിനെ വഴക്ക് പറയുന്നുണ്ട്, താനൊന്നും മിണ്ടാതിരിക്കടോ എന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രവിയോട് ചൂടാവാനുള്ള ഉഷിരുണ്ട്, ആ ഉഷിർ എന്താണ് ഇവളോട് കാണിക്കാത്തത്, നിങ്ങൾക്ക് എന്താ അർച്ചനയെ പേടിയാണോ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. വിജയശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, ചീ മിണ്ടാതിരിക്കടി, ഇനി നീ സംസാരിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അവിടെ നിന്നും കൈ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് വിജയശങ്കർ. അതിനുശേഷം ദീപ്തി അങ്ങനെ ചന്ദ്രയെ കുറിച്ച് അർച്ചനയോട് അങ്ങനെ പറയുകയാണ്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, വക്കീൽ ഓഫീസിൽ കയറി വക്കീലിനെയാണ് ആ സ്ത്രീ കൈവച്ചത്, കേസാക്കണം, അവരെ കോടതിയിൽ കയറ്റണം, നീ അച്ചുവിനെ വിളിച്ചു പറ എന്ന് ദീപ്തി അങ്ങനെ പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അച്ചുവിനെ ഇതൊന്നും അറിയിക്കണ്ട, ഇതാ അവനെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയില്ല എന്നങ്ങനെ അർച്ചന പറയുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അച്ചു അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ദീപ്തി അച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഞാൻ അർച്ചന അസോസിയേറ്റ്സിന്റെ ഓഫീസിൽ നിന്നും വിളിക്കുകയാണ്, ദീപ്തി വക്കീലാണ്, എനിക്ക് അച്ചുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. അച്ചു ഇപ്പോൾ തിരക്കിലാണോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ആ ചേച്ചി കാര്യം പറ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ എന്ന് പറയാണ്. ദീപ്തി അങ്ങനെ ചന്ദ്ര വന്ന് ഓഫീസിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം അച്ചുവിനോട് അങ്ങനെ തുറന്നു പറയുകയാണ്. അർച്ചനയുടെ കഴുത്തിന് ചന്ദ്ര പിടിച്ചതും ചന്ദ്ര ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം ദീപ്തി ഒന്നുപോലും ഇടാതെ അച്ചുവിനോട് അങ്ങനെ പറയുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അറ്റാക്ക് ആയിരുന്നു ഇത്, ഒരു വക്കീലിന്റെ മേലെയാണ് ചന്ദ്ര കൈവച്ചത്, ഇതൊരു ക്രിമിനൽ കേസ് തന്നെയാണ്, കേസ് എടുക്കേണ്ട കാര്യം തന്നെയാണെന്ന് ദീപ്തി അങ്ങനെ അച്ചുവിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് അച്ചു പറയുന്നുണ്ട്, എന്നിട്ട് ചേച്ചി ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്നെ വിളിച്ചൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, ഈ കാര്യം ഞാൻ നിന്നെ വിളിച്ചു പറയാനായി അർച്ചനയോട് പറഞ്ഞതാണ്, പക്ഷേ അർച്ചനയ്ക്ക് അതൊരു പ്രശ്നമാക്കാൻ താല്പര്യമില്ല, അർച്ചന വിളിച്ചു പറയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വിളിച്ചു പറഞ്ഞത്, ഇതെന്തായാലും ഒരു കേസാക്കണം എന്ന് ദീപ്തി പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അങ്ങനെ ഇത് കേസെടുക്കാൻ പറ്റില്ല, നിങ്ങൾ വിളിച്ചു പറഞ്ഞ വിവരം വെച്ച് മാത്രം എനിക്ക് ചന്ദ്രലേഖയ്ക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ കേസെടുക്കണമെങ്കിൽ പരാതി കിട്ടണമെന്ന് അച്ചു അങ്ങനെ പറയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, പരാതി ഞാൻ തരാം, നീ കേസെടുക്കെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, കണ്ടുനിന്ന നിങ്ങളല്ല എനിക്ക് പരാതി തരേണ്ടത്, ക്രമത്തിനിരയായ സ്ത്രീയാണ് പരാതി തരേണ്ടത്, അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്കെന്തിനാ, പരാതിയുമായി അവർ നേരിട്ട് വരട്ടെ, എങ്കിൽ ഞാൻ കേസെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. ദീപ്തിയപ്പ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ചു എന്താ കോള് കട്ട് ചെയ്തോ, അച്ചു എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്റെ ചേച്ചിയെ ആക്രമിക്കപ്പെട്ടതിന് അവന് ഒരു വിഷമവും തോന്നുന്നില്ലേ എന്നെല്ലാം അച്ചുവിന്റെ മാറ്റത്തെക്കുറിച്ച് ദീപ്തി അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ ഇന്ന് അർച്ചനയുടെ ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം പോയി ചന്ദ്രയുടെ ഫ്രണ്ടായ ലാലിയോട് തുറന്നു പറയുകയാണ്. തൻ്റെ മനസ്സിലുള്ള പേടിയും സംശയങ്ങളെല്ലാം ചന്ദ്ര അങ്ങനെ ലാലിയോട് പറയുന്നുണ്ട്. വിജയേട്ടൻ എന്നെ വിട്ട് അർച്ചനയുടെ അരികിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. ഇത് കേട്ട് ലാലി പറയുന്നുണ്ട്, ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് നീയൊന്നും വിചാരിക്കരുത്, ഇത് അത് തന്നെയാണ്, നിന്റെ ഭർത്താവ് അർച്ചനയ്ക്കരികിലേക്ക് പോവുകയാണ്, നിന്റെ ഭർത്താവിന്റെ മനസ്സിൽ അർച്ചന കയറി പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റെ വിജയേട്ടൻ സ്വന്തം ഭാര്യയുടെ കാര്യം നോക്കാതെ അർച്ചനയുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത്, ഇങ്ങനെ പോയാൽ ചന്ദ്രേ നിന്റെ ജീവിതം തകരും, അതുകൊണ്ട് നീ ഇനി സൂക്ഷിക്കണം, എന്തായാലും നീ അവളെ ഫിസിക്കലി കൈകാര്യം ചെയ്തല്ലോ, അതേതായാലും നന്നായി, നീ അവൾക്ക് നിന്നോടൊരു പേടിയൊക്കെ ഉണ്ടാവും, ചന്ദ്രേ നീ നിന്റെ ഭർത്താവിന് ഒരു മൂക്ക് കയറിടണം, എങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ വഴിക്ക് വരില്ലെന്ന് ലാലി അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനെ ഞാൻ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ ചന്ദ്രലേഖയല്ല, മാത്രമല്ല അർച്ചനയെ ഞാൻ നിലം തൊടിയിക്കില്ല, ഇനി അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ചന്ദ്ര അങ്ങനെ ഉറച്ച വാശിയോടുകൂടി ലാലിയോട് അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ ആണെങ്കിൽ ഇപ്പോഴും അർച്ചനയുടെയും ജേക്കിയുടെയും കാര്യങ്ങൾ ആലോചിച്ച് ആകെ അപ്സെറ്റാണ്. അർച്ചനയും ജേക്കിയും ഇതിനു മുന്നേ ഒരുമിച്ച് കണ്ട സംഭവങ്ങളെല്ലാം വിജയ് ശങ്കർ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊന്നും ശരിയായ വഴികളിലൂടെയല്ല പോകുന്നത്, അർച്ചനയെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ അമ്പാട്ടിൽ, അർച്ചനയും ജേക്കിയും കുറിച്ച് ബലമായ സംശയങ്ങൾ ചിന്നുവിനുണ്ടാകണം, എങ്കിലേ ചിന്നുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കാനായി കഴിയൂ, ചിന്നു അമ്മയെ കൈവിടണം, തെറ്റിദ്ധരിക്കണം, അർച്ചന തെറ്റുകാരിയായി മാറണം, അതിനുവേണ്ടി ചിലതെല്ലാം ചെയ്യണമെന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിമല വരുന്നത്. വിമല എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഏട്ടൻ എന്താണ് കേസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നോ, ഏട്ടനോട് കഴിക്കാനായി വരാൻ പറഞ്ഞു,
വരൂ ഭക്ഷണം കഴിക്കാമെന്ന് വിമല അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര എവിടെ, അവളല്ലേ വിളിക്കാൻ വരാറ് എന്ന് ചോദിക്കുമ്പോൾ വിമല പറയുന്നുണ്ട്, ചേച്ചിയാണ് എന്നോട് ഏട്ടനെ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഞാനും അങ്ങനെ ആലോചിച്ചു, എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ എന്ന് വിമല അങ്ങനെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാന് അവളായിട്ട് ഒരു പ്രശ്നവുമില്ല, അവൾക്ക് ഇനി എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ചന്ദ്രേച്ചിയുടെ സ്വഭാവം ഏട്ടനെ അറിയാവുന്നതല്ലേ, ഏട്ടൻ കഴിക്കാൻ വായോ എന്ന് വിമല അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ശരി നീ പോയിക്കോ, ഞാൻ വന്നോളാം എന്ന് പറയാണ്. വിമല അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ വിജയ് ശങ്കർ വന്ന് കഴിക്കാനിരിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ചു എവിടെ, അവൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചു, ഇപ്പൊ വരാമെന്ന് അവൻ പറഞ്ഞു എന്ന് രുക്കു അങ്ങനെ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചുവും വരുന്നുണ്ട്. അച്ചു ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെയാണ് ഇരിക്കുന്നത്. ചന്ദ്രയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. വിജയ് ശങ്കർ അപ്പോൾ അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചുവിനോടും രുക്കുവിനോടും എനിക്ക് കുറച്ച് സീരിയസ് ആയി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്ന സാഹചര്യം നിങ്ങൾക്കറിയാലോ. അച്ചുവിനൊരു തൊഴിലില്ലാത്ത സമയത്ത് അച്ചുങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചതും നിങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചതും എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അച്ചുവിനിപ്പോൾ ജോലി കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇറങ്ങി പോകണമെന്നാണോ ഏട്ടൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ ഇപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അച്ചു ഇപ്പോൾ താമസിക്കേണ്ടത് ഭാര്യ വീട്ടിലല്ല, നിന്റെ വീട്ടിലാണ്, ബാട്ടിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. അച്ചുവിന്റെ അഭിപ്രായം എന്താണെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവള് വരാൻ തയ്യാറായാൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, അത് നടക്കില്ല, രുക്കുവിനെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ലെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്പാട്ടിലേക്ക് ഇവര് പോകുന്നതിന് നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇവർ അമ്പാട്ടിലേക്ക് പോവാതെ വിജയേട്ടൻ എന്താണ് പ്രശ്നം, വിജയേട്ടൻ എന്തിനാണ് ഈ കാര്യത്തിൽ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഭാര്യ വീട്ടിൽ എന്തിനാണ് ഇവൻ വന്ന് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പോൾ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഏട്ടൻ പറയുന്നത് കേട്ടല്ലോ, നീ എൻ്റെ കൂടെ വരാൻ തയ്യാറാണോ എന്ന് അച്ചു ചോദിക്കുമ്പോൾ രുക്കു അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറല്ല, അച്ചുവിന്റെ ഏട്ടൻ മുകുന്ദൻ അവിടെ ഉള്ളപ്പോൾ എനിക്ക് അവിടെ താമസിക്കാൻ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, എങ്കിൽ നീ വരണ്ട, ഇവിടെ തന്നെ താമസിച്ചോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. അച്ചു അപ്പോൾ രുക്കുവിനോട് പറയുന്നുണ്ട്, നീ ഗ്ലാസ്സിൽ കുറച്ച് എനിക്ക് കുടിക്കാൻ വെള്ളമൊഴിക്കുക പറയാണ്. രുക്കു അങ്ങനെ അച്ചുവിന് കുടിക്കാനായി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അച്ചു അങ്ങനെ ആ ഗ്ലാസ് എടുക്കുന്നതും കൈ പൊള്ളുന്നുണ്ട്. ചൂടുവെള്ളമാണ് രുക്കു ഒഴിച്ചു കൊടുത്തത്. രുക്കുവിന് ഒരു പാഠം പഠിപ്പിക്കാനായി, ഒരു പ്രശ്നമുണ്ടാക്കാനായി അച്ചു അപ്പോൾ രുക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്. ഇതെന്താടി, പച്ചവെള്ളത്തിനു പകരം ചൂടുവെള്ളമാണോ എടുത്തൊഴിച്ചു തന്നത് എന്ന് ചോദിക്കുകയാണ്. രുക്കു ആണെങ്കിൽ അച്ചുവിന്റെ ആ പെരുമാറ്റം കണ്ട് ഒന്നും മനസ്സിലാവാതെ അച്ചുവിനെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.